ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനയ്ക്കൽ. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി 2ാം വർഷ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കാവ്യതാരയിലെ മഹാദേവി വർമ്മയുടെ ധാ കലി കെ രൂപ് ശൈശവ് എന്ന പോയമാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആ പോയത്തിന്റെ ഭാവാർത്ഥമാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ സാരാംശവും ഭാവാർത്ഥവും ആ പോയത്തിൽ നിന്ന് എസ്സേ ആയിട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമ്മറിയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ സാധ്യത ഇങ്ങനെയാണ്: ധാ കലി കെ രൂപ് ശൈശവ് കവിതാ में महादेव वर्मा ने क्या संदेश दिया है? अथवा धा कली के रूप शैशव कविता का सारांश लिखिए. अदु अल्लेंगिल धा कली के रूप शैशव कविता का भाव समझाइए. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു കോമൺ ആൻസർ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു പേനയോ പെൻസിലോ കയ്യിൽ കരുതുക. ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് മനസ്സിലാവാതെ വന്നാൽ നിങ്ങൾ ഉടനെ തന്നെ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മഹാദേവ് വർമ്മയുടെ ഒരു പോയമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിക്കവാറും വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് നമുക്ക് നോക്കാം. ധാ കലി കെ രൂപ് ശൈശവ് മഹാദേവ് വർമ്മ की एक ലോകപ്രിയ കവിത है. ധാ കലി കെ രൂപ് ശൈശവ് എന്ന് പറയുന്നത് മഹാദേവ് വർമ്മയുടെ ലോകപ്രസിദ്ധമായ ഒരു കവിതയാണ്. इसमें कवयित्री ने मुरझाए फूल के चित्रण के जरिए जीवन की नश्वरता और मनुष्य की स्वार्थपरता की ओर संकेत किया है. ഈ കവിതയിൽ കവയത്രി മഹാദേവ് വർമ്മ ഒരു വാടിയ പൂവിനെ ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയും മനുഷ്യന്റെ സ്വാർത്ഥപരതയും വളരെ വ്യക്തമായിട്ട് ഇതിൽ സൂചിപ്പിക്കുന്നു. ഈ സംസാർ കിത്തന സ്വാർത്ഥി ഹേ, കവയത്രി പറയുന്നു, ഈ ലോകം എത്ര സ്വാർത്ഥത നിറഞ്ഞതാണ്. वो किसी का आदर और सम्मान तब तक करता है जब तक उसका स्वार्थ सिद्ध होता है. അവൻ അഥവാ മനുഷ്യൻ ഏതൊരു വ്യക്തിയെയും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നത് അവന്റെ സ്വാർത്ഥത പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കാം നികൽ ജാനെ പർ യഹ് മത്ലബി സംസാർ മുഹ് ഫേർ ലാത്ത ഹൈ. കാര്യം കഴിഞ്ഞാൽ ഇവൻ മുഖം തിരിച്ച് പോവുകയും ചെയ്യും. യഹ് മുർഛായ ഫൂൽ റീത്തെ ഹുയ യൗവൻ കാ പ്രതീക് ഹേ. ഇവിടെ കവയത്രി വാടിയ ഒരു പൂവിന്റെ കഴിഞ്ഞ കാല യൗവനത്തെയാണ് പ്രതിപാദിക്കുന്നത്. കവയത്രി മുർഛായെ ഫുൽ കോ സംബോധിത് കർ कहती है कि जब तू कली के रूप में था तब पवन तुझे गोद में लेकर प्यार करता था. കവയത്രി പറയുന്നു, അല്ലയോ വാടിയ പൂവി, നീ പൂമൊട്ടായിരുന്ന സമയത്ത് കാറ്റ് വന്ന് തുജേ ഗോതുമേലേക്കർ നിന്നെ മടിയിലിരുത്തി പ്യാർ കർത്താഥ താലോലിച്ചിരുന്നു, സന്തോഷിപ്പിച്ചിരുന്നു. പൂർണ്ണ രൂപസേ വികസിത ഹുവാത്തോ, നീ പരിപൂർണമായി വിടർന്ന് വികസിച്ചപ്പോൾ ഭ്രമറാക്കർ മണ്ടരാനെ ലഗി, വണ്ടുകൾ വന്ന് നിന്റെ ചുറ്റിനും പാറിപ്പറക്കാൻ തുടങ്ങി.
ചന്ദ്രമാ അപ്പനി സ്നിഗ്ധ കിരണേം ബർസാത്ത ഥാ. ചന്ദ്രൻ തന്റെ സ്നിഗ്ധ കിരണങ്ങൾ, തന്റെ സുഖം തരുന്ന കിരണങ്ങൾ ബർസാത്ത ഥാ വർഷിച്ചിരുന്നു. രാത്രി ഓസ് കണ രൂപി മോത്തിയോം കി സമ്പത്തി സമർപ്പൺ കർത്തി ഥി. രാത്രി മഞ്ഞുകണങ്ങളാകുന്ന മുത്തുകൾ ആകുന്ന സമ്പത്തുകൾ നിന്നിൽ സമർപ്പിച്ചു കൊണ്ടിരുന്നു. ഭ്രമർ ലോരിയാം ഗാക്കർ തുച്ഛെ സുലാത്ത ഥാ. വണ്ടുകൾ താരാട്ടുപാട്ട് പാടി നിന്നെ ഉറക്കച്ചടവിലാഴ്ത്തിയിരുന്നു. മാലി ബഡേ യക്തസേ തേരി രക്ഷാകർത്താ ഥാ. തോട്ടക്കാരനാകട്ടെ വളരെ ശ്രദ്ധയോടുകൂടെ നിന്നെ പരിപാലിച്ചിരുന്നു. ഉപവൻ മേം യഹ് ഫൂൽ അപ്നെ സൗന്ദര്യ ഔർ സുഗന്ധ പർ ഗർവ് കർത്താ ഥാ. പൂന്തോട്ടത്തിൽ നീ നിന്റെ സൗന്ദര്യവും നിന്റെ സുഗന്ധവും കൊണ്ട് അഹങ്കരിച്ചു കൊണ്ടിരുന്നു. അവർ മസ്തി സേ ക്രീഡ കർത്താ ഥാ. അതേപോലെ മസ്തി സേ ക്രീഡ കർത്താ ഥാ. ഉന്മത്തതയോടുകൂടി തുള്ളിച്ചാടി കളിച്ചിരുന്നു. ഉസ് സമയ് ഉസ്നെ സ്വപ്നമേം ഭീ അപ്പനെ പതൻ കി കൽപ്പന നഹീ കി ഥി. ആ സമയത്ത് സ്വപ്നത്തിൽ പോലും ഇതുപോലൊരു പതനത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ആജ് വഹി ഫൂൽ നീരസ് ഔർ ഗന്ധഹീൻ ഹോക്കർ. ഇന്ന് അതേ പൂവ് എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ നന്നായി സംരക്ഷിച്ചിരുന്നതും വണ്ടുകൾ വന്ന് മൂളിപ്പാട്ട് പാടിയതും ചന്ദ്രൻ സ്നിഗ്ധകിരണങ്ങൾ പൊഴിച്ചതും രാത്രി മുത്തുമണികൾ വർഷിച്ചതും നല്ല മണവും സൗന്ദര്യവും പരത്തി ഉപവനങ്ങൾ മുഴുവനും അഹങ്കരിച്ചു നടന്നതുമായിട്ടുള്ള അല്ലയോ പുഷ്പമേ, ഇന്ന് നിന്റെ ഗന്ധം നഷ്ടപ്പെട്ടു. ഇന്ന് നീ വാടി കരിഞ്ഞ് ജമീൻ പർ ബിഖർ ഗയാ ഹേ, നിലത്ത് പറിച്ച് എറിഞ്ഞതുപോലെ കിടക്കുന്നു. ആജ് വേ ഭ്രമർ ഉസ്കെ പാസ് നഹീ ആത്തെ. ഇന്ന് പഴയ വണ്ടുകൾ നിന്റെ അടുത്ത് വരുന്നില്ല. ജിസ് പവൻ നെ അങ്കുമേ ലേക്കർ ഫൂൽ കോ പ്യാർ കിയാ ഥാ. നിന്നെ മടിയിലിരുത്തി താലോലിച്ചിരുന്ന കാറ്റ് ഉസീനെ ആജ് ഉസേ ഭൂമി പർ ഗിരാ ദിയ. അതേ കാറ്റാണ് ഇന്ന് നിന്നെ ശക്തമായി അടിച്ച് ഭൂമിയിൽ പതിപ്പിച്ചത്. ഫുൽ ने सब कुछ संसार को दान कर दिया. ഈ പൂവ് തന്റെ എല്ലാം ഈ ലോകത്തിന് വേണ്ടി ദാനം ചെയ്തിരുന്നു. फिर भी स्वार्थी संसार इसके पतन पर नहीं रोता. എന്നിട്ടും സ്വാർത്ഥിയായ ഈ ലോകം ഇതിന്റെ പതനത്തിൽ അല്പം പോലും ദുഃഖിക്കുകയോ കരയുകയോ ചെയ്യുന്നില്ല. വിധാതാനെ സബ് കോ യഹാം സ്വാർത്ഥി ബനാ ദിയാ ഹേ. ഈശ്വരൻ എല്ലാവരെയും ഇവിടെ സ്വാർത്ഥമതികളാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹേ ഫൂൽ സർവസ്വ ദാൻ കർത്തു ദൂസരോ കോ ഖുശ് കർത്താ രഹാ. കവയത്രി പൂവിനെ സംബോധന ചെയ്യുന്നു. അല്ലയോ പുഷ്പമേ, എല്ലാം ദാനം ചെയ്ത് നീ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത്തനെ പർ ഭി സംസാർ ने तुझ पर അനുകമ്പ പ്രകട് नहीं की. എന്നിട്ടും ഈ ലോകം നിന്നിൽ അല്പം പോലും അനുകമ്പ പ്രകടിപ്പിക്കുന്നില്ല. തബ് തോ സ്വാർത്ഥി മനുഷ്യക്ക് ദശ ക്യാ ഹോഗി. അപ്പോൾ സ്വാർത്ഥമതിയായ ഈ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? इस संसार में स्वार्थ का ही बोल बाला है. ഈ ലോകത്ത് സ്വാർത്ഥതയ്ക്ക് ആണ് കൂടുതൽ ഊന്നൽ. जो उदार महान और परोपकारी है
उनकी सज्जनता का संसार അനുചിത ലാഭ് ഉഠാത്താ ഹെ. ഈ ലോകത്തുള്ള ഉദാരന്മാര്, മഹാന്മാര്, പരോപകാരികൾ, അവർ സജ്ജനത കാ സംസാർ അനുചിത ലാഭ് ഉഠാത്താ ഹെ. സജ്ജനത നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് അനുചിതമായ ലാഭം ഉണ്ടാക്കിയെടുക്കുന്നു. कवयित्री ने इस कविता के द्वारा यह संदेश दिया है कि ഈ കവിതയിലൂടെ മഹാദേവി വർമ്മ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്. मनुष्य को कभी अपने यौवन और सौंदर्य पर गर्व नहीं करना चाहिए. മനുഷ്യൻ തന്റെ യൗവനത്തെക്കുറിച്ചും തന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. क्योंकि എന്തുകൊണ്ടെന്നാൽ संसार के ये आकर्षण सब क्षणिक और नश्वर है. ലോകത്തുള്ള ഈ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന സൗന്ദര്യവും യൗവനവും ക്ഷണികമാണ്, അത് നൈമിഷികമാണ്, അത് നശ്വരമാണ്, അത് ഏത് നിമിഷവും നശിച്ചു പോകുന്നതാണ്. അതാണ് ധാ കലി കെ രൂപ് ശൈശവ് എന്ന ഈ കവിതയിലൂടെ മഹാദേവി വർമ്മ നമുക്ക് തരുന്ന ഉപദേശം. സെക്കൻഡ് ഇയർ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററുകളും, അതിലെ കാവ്യധാര, അതുപോലെ ലോങ് പോയം, പ്രോസ്, ഇതിലെ എല്ലാ ലെസണുകളും നമ്മൾ 1 by 1 ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങുവാനുള്ള എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.